Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഇന്തോനേഷ്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നാസി ഗോരെങ് അഥവാ ഫ്രൈഡ് റൈസ്. കേരളത്തിലൊന്നും അത്ര പോപ്പുലർ ആയിട്ടുള്ള ഐറ്റം അല്ല നാസി ഗോരെങ്. ഇന്തോനേഷ്യയിൽ ഇത് ചെയ്തെടുക്കുന്നത് ജാസ്മിൻ റൈസ് വെച്ചിട്ടാണ്. അതിവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ ബസുമതി റൈസ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നസി ഗോരിൻ്റെ കൂടെ കഴിക്കുന്ന ചില്ലിയുടെ റെസിപ്പി കൂടി ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി റെസിപ്പിയാണ്, ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ചില്ലി ചെയ്തെടുത്തിട്ടുള്ളത്. നസി ഗോരിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചില്ലി റെസിപ്പിയാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഈ നസി ഗോരെങ്. ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ നസി ഗോരെങ്ങും അതിൻ്റെ കൂടെയുള്ള ഈ ചില്ലിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നസി ഗോരിയിലേക്കും അതിൻ്റെ കൂടെ കഴിക്കുന്ന ചില്ലിയിലേക്കും റെഡ് ചില്ലി പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു 20 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത ഉണക്കമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നടുവേ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞു മാറ്റാം. നസി ഗോരിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു റെഡ് ചില്ലി പേസ്റ്റ് തന്നെ യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ സാധാ മുളക് പൊടി യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കുരു കളഞ്ഞിട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ ഉണക്കമുളകും കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് സാധാ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ അടിച്ചെടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും ചൂടോട് കൂടി അടിച്ചെടുത്താൽ. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് അരി സോക്ക് ചെയ്ത് വെക്കാം. ഇന്ത്യ ഗേറ്റിൻ്റെ 1 കിലോ ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 5 കപ്പ് അരിയാണുള്ളത്. അത് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അരി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കുതിരാൻ വേണ്ടി 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ചില്ലി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാസി ഗോരിയിലേക്കും അതിൽ ചില്ലിയിലേക്കും ഉപയോഗിക്കുന്ന വെജിറ്റബിൾസൊക്കെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റെഡ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ആഡ് ചെയ്യരുത്, അതിൻ്റെ പകുതി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ മിക്സാക്കി നോക്കിയ സമയത്ത് കുറവായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് ക്യാപ്സിക്കം പൊടിയായിട്ട് കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയിലോട്ട് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. അത് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ചിക്കനും മസാലയും കൂടി നന്നായി മിക്സ് ആവുന്നത് വരെ നമുക്ക് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ആവാനുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളച്ചു വരുന്ന ആ ഒരു ടൈമിൽ 2 മീഡിയം സൈസിൽ ഉണ്ടായിരുന്ന ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ കുക്കായി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് അരി കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി നന്നായിട്ട് ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ വെള്ളത്തിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അരി ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഊറ്റി മാറ്റാം. ആ സെയിം പാനിൽ തന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 കപ്പ് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റെഡ് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോ റൈസിന് ഞാനിപ്പോൾ ഇവിടെ 20 ഉണക്കമുളക് വെച്ചിട്ടായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസും ഗ്രീൻ ബീൻസും ഒക്കെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇടുന്ന ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായി ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാസി ഗോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നാസി ഗോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കുന്ന ചില്ലി റെസിപ്പി കൂടി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ പോട്ടിലാക്കിയിട്ടാണ് നാസി ഗോരി സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.